നമസ്കാരം. നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ വീട്ടിലിരുന്ന് ചെറിയൊരു മുതൽ മുടക്കിൽ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും സുരക്ഷിതമായ ഒരു ഉൽപ്പന്നം നിർമ്മിച്ച് പണം സമ്പാദിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ സ്വന്തം നാട്ടിൽ സുലഭമായി കിട്ടുന്ന ഏത്തക്കായ അഥവാ നേന്ത്രക്കായ അതുപയോഗിച്ച് എങ്ങനെ ബേബി ഫുഡ് പൗഡർ ഉണ്ടാക്കാമെന്നും അത് വിപണനം ചെയ്ത് എങ്ങനെ വരുമാനം ഉണ്ടാക്കാം എന്നുള്ളതാണ് പറയുന്നത്. നിങ്ങൾക്കറിയാം, കുഞ്ഞുങ്ങൾക്ക് 6 മാസം കഴിഞ്ഞാൽ നമ്മൾ ഖരഭക്ഷണം കൊടുത്തു തുടങ്ങും, അതായത് കട്ടിയുള്ള ആഹാരങ്ങൾ. അപ്പോൾ ഏറ്റവും സുരക്ഷിതമായി കൊടുക്കാവുന്ന ഒന്നാണ് ഏത്തക്കായപ്പൊടി, ബനാന പൗഡർ. അത് കുറുക്കിയാണ് കൊടുക്കുന്നത്. കടകളിൽ നിന്ന് വാങ്ങുന്ന ബേബി ഫുഡുകളിൽ അടങ്ങിയിരിക്കുന്ന പ്രിസർവേറ്റീവുകളെയും കെമിക്കലുകളെയും പറ്റി നമുക്ക് എപ്പോഴും ആശങ്കയുള്ളത് തന്നെയാണ്. എന്നാൽ നമ്മൾ സ്വന്തമായി യാതൊരു മായവും ചേർക്കാതെ ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിന് വിപണിയിൽ വലിയ ഡിമാൻഡാണ്. എന്നാൽ ഇത് കുഞ്ഞുങ്ങളുടെ ദഹനത്തിനും ആരോഗ്യത്തോടെ തൂക്കം വെക്കാനും വളരെ നല്ലതാണ്. പ്രായമുള്ളവർ വീട്ടിലുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ കൃത്യമായിട്ട് ഇത് പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് ഈ പ്രോഡക്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. വളരെ ലളിതമായിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്ക് തന്നെ വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇതിനുള്ളത്. ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ഏത്തക്കായ തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത്. നല്ല പുഷ്ടിയുള്ള ഇടത്തരം പച്ചപ്പുള്ള ഏത്തക്കായയാണ് തിരഞ്ഞെടുക്കേണ്ടത്. അധികം വിളയാത്തതായിരിക്കണം, എന്നാൽ തീരെ പച്ചയാകാനും പാടില്ല. അത്തരത്തിലുള്ള കായകൾ വേണം നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട്. രണ്ടാമത്തെ കാര്യം, വൃത്തിയാക്കൽ അല്ലെങ്കിൽ തൊലി കളയൽ. അതൊരു ഘട്ടം തന്നെയാണ്. കായ നന്നായി കഴുകി വൃത്തിയാക്കണം. അതിൽ ഒരുപാട് അഴുക്കും മണ്ണും ഒക്കെ കാണും. ശേഷം അതിൻ്റെ തൊലി പൂർണ്ണമായിട്ടും കളയുക. തൊലി കളഞ്ഞ കായയുടെ കറ കളയാൻ വേണ്ടി അല്പം മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് ഇട്ട് വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതിൻ്റെ കറ പാടെ അതിൻ്റെ മാറിക്കിട്ടും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് അരിഞ്ഞെടുക്കുക എന്നുള്ളതാണ്. വെള്ളത്തിൽ നിന്നെടുത്ത കായ ഒരു ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ച ശേഷം വളരെ കനം കുറച്ച് ഒരേ വലിപ്പത്തിൽ അരിഞ്ഞെടുക്കണം. കനം എത്രത്തോളം കുറയുന്നോ അത്രയും വേഗത്തിൽ ഇത് ഉണങ്ങി കിട്ടും. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കൈകൊണ്ട് അങ്ങനെ അരിയാം. ഇനി അതല്ലെങ്കിൽ സ്ലൈസർ മെഷീൻസ് വരുന്നുണ്ട്. അങ്ങനെയുള്ള മെഷീനുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കയറി നോക്കാവുന്നതാണ്. ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഇതൊന്ന് ഉണക്കിയെടുക്കണം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അരിഞ്ഞു വെച്ച കഷ്ണങ്ങൾ നന്നായിട്ട് ഉണങ്ങണം. ഒട്ടും ഈർപ്പമുണ്ടാകാൻ പാടില്ല. അതിന് 2-3 തരത്തിൽ നമുക്കത് ചെയ്യാൻ പറ്റും. ഒന്ന്, നല്ല വെയിലുള്ള സ്ഥലത്ത് ഒരു വൃത്തിയുള്ള തുണി വിരിച്ച് അതിൽ നിരത്തി ഇത് ഉണക്കിയെടുക്കാം. പൊടി പിടിക്കാതിരിക്കാൻ മുകളിൽ ഒരു നേർത്ത തുണി കൊണ്ട് മൂടണം എന്ന് മാത്രം. പക്ഷേ ശ്രദ്ധ വേണം. മൃഗങ്ങൾ, അതായത് പട്ടികൾ, പൂച്ചകൾ, കോഴികൾ, കാക്കകൾ, ഇതൊക്കെ വരാം. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ കൂടെ ഉണ്ടാകണം. 2-3 ദിവസം കൊണ്ട് നമുക്കിത് നന്നായിട്ട് ഉണങ്ങിക്കിട്ടും. രണ്ടാമത്തെ രീതി, ഫുഡ് ഡീഹൈഡ്രേറ്റർ നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. അതിൽ വെച്ചാണെങ്കിൽ നമുക്കിത് വളരെ എളുപ്പത്തിൽ ഉണക്കിയെടുക്കാൻ പറ്റും. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെയും ലിങ്ക് കൊടുത്തേക്കാം. മൂന്നാമത്തെ രീതി, ഓവൻ ഉള്ളവർക്ക് ഏറ്റവും കുറഞ്ഞ താപനിലയിൽ ഇട്ട് സെറ്റ് ചെയ്ത് ഇത് ഉണക്കിയെടുക്കാൻ സാധിക്കും. ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഈ ഉണങ്ങിയ ബനാന ചിപ്സ് എന്ന് വേണമെങ്കിൽ പറയാം, അത് പൊടിച്ചെടുക്കുക എന്നുള്ളതാണ്. നന്നായി ഉണങ്ങിയ ചിപ്സ് പോലെയുള്ള ഈ കഷ്ണങ്ങൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. പൊടിക്കുമ്പോൾ മിക്സി ചൂടാകാതെ ശ്രദ്ധിക്കണം. കാരണം ഒരുപാട് നേരം നമ്മളിട്ട് പൊടിച്ചു കഴിഞ്ഞാൽ മിക്സി ചൂടാകും. പിന്നെ അത് വർക്ക് ചെയ്യൽ നിർത്തി വെക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞ് നമുക്കത് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നിർത്തി പൊടിക്കുന്നതായിരിക്കും നല്ലത്. അവിടെയും നമുക്ക് ചെറിയ മെഷീൻസ് വരുന്നുണ്ട്. ഇത് പൊടിച്ചെടുക്കുന്ന പൾവറൈസർ വരുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണും. ഇനി അടുത്ത ഘട്ടമാണ് ഈ പൊടി ഒന്ന് അരിച്ചെടുക്കണം. കാരണം പൊടിച്ചെടുത്ത പൊടിയിൽ ഒരുപാട് തരികൾ ഉണ്ടായിരിക്കും. ഇത് ഒഴിവാക്കാൻ വളരെ നേർത്ത അരിപ്പയിലോ ഇല്ലെങ്കിൽ ഒരു കോട്ടൺ തുണി ഉപയോഗിച്ചോ നന്നായിട്ട് അരിച്ചെടുക്കണം. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ളത് കൊണ്ട് പൊടി നല്ല മിനുസമുള്ളതായിരിക്കണം. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. അടുത്തതാണ് പാക്ക് ചെയ്യുന്ന പരിപാടി. അരിച്ചെടുത്ത പൗഡർ ഒട്ടും ഈർപ്പമില്ലാതെ വായു കടക്കാത്ത കുപ്പികളിലോ ജാറുകളിലോ ഫുഡ് ഗ്രേഡ് പൗച്ചുകളിലോ ആക്കി അടച്ച് സൂക്ഷിച്ചു വയ്ക്കണം. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് മാർക്കറ്റിൽ ലോക്കലായിട്ട് തന്നെ ലഭിക്കും. ഇതോടെ നമ്മളുടെ ഹോം മെയ്ഡ് ബനാന ബേബി പൗഡർ റെഡിയായി കഴിഞ്ഞു. ഇനിയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കിടക്കുന്നത്. ഇതെങ്ങനെ വിൽക്കാം. പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമാണ്, നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇത് വിൽക്കുന്നതാണ് അടുത്ത ഘട്ടം. വിൽക്കുന്നതിന് നമ്മുടെ
പാക്കേജിങ്, അതാണ് സത്യത്തിൽ താരം എന്ന് പറയുന്നത്. ആകർഷകമായ പാക്കേജിംഗ് ഉണ്ടെങ്കിൽ പകുതി കച്ചവടം നമ്മൾ ഉറപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. വൃത്തിയുള്ള ഗ്ലാസ് ബോട്ടിലുകൾ കിട്ടും, നല്ല ഡിസൈനുള്ള സ്റ്റാൻഡിങ് പൗച്ചുകൾ കിട്ടും. ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. രണ്ടാമത്തത് നമ്മളുടെ ബ്രാൻഡിങ്. നമ്മളുടെ ഉൽപ്പന്നത്തിന് നല്ലൊരു പേര് നൽകണം, അത് അട്രാക്റ്റീവ് ആയിരിക്കണം. അമ്മയുടെ സ്നേഹം, നാടൻ കൂട്ട്, ബേബി ബനാന, ഇങ്ങനെ വിശ്വാസ്യത തോന്നുന്ന തരത്തിലുള്ള പേരുകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അപ്പോൾ തിരഞ്ഞെടുക്കുമ്പോൾ ഓൾറെഡി മാർക്കറ്റിൽ ഉണ്ടോ ആ പേര് എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കണം. ആരെങ്കിലും ട്രേഡ് മാർക്ക് ഒക്കെ രജിസ്റ്റർ ചെയ്ത് വെച്ചിരിക്കുന്നതാണെങ്കിൽ നമുക്ക് പിന്നെ പണിയാകും. ഒരു ലളിതമായ ലോഗോ നമുക്കുണ്ടായിരിക്കണം. ആകർഷകമായിട്ടുള്ള ഒരു ലേബലും നമ്മൾ ഡിസൈൻ ചെയ്യിപ്പിക്കണം. ഈ ലേബലിൽ നിർമ്മിച്ച തീയതി, കാലാവധി, ഉപയോഗിക്കേണ്ട വിധം ഇവയൊക്കെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തി വേണം ഈ പ്രോഡക്റ്റ് മാർക്കറ്റിലോട്ട് അയക്കാനായിട്ട്. ഇനി ഇത് എവിടെയൊക്കെ വിൽക്കാൻ പറ്റും? തുടക്കത്തിൽ നമുക്ക് നമ്മളുടെ അയൽക്കാര്, സുഹൃത്തുക്കള്, കുടുംബക്കാര്, അങ്ങനെയുള്ള ആളുകളിലൂടെ തുടങ്ങാൻ പറ്റും. അവരുടെയൊക്കെ വീട്ടിൽ കുഞ്ഞു കുഞ്ഞു കൊച്ചുങ്ങൾ, 6 മാസം പ്രായമായ കുട്ടികൾ ഉണ്ടെങ്കിൽ അവരോട് റിക്വസ്റ്റ് ചെയ്ത് ഈ സാധനം കൊടുപ്പിക്കാൻ പറ്റും. അങ്ങനെ പതിയെ പതിയെ നമുക്ക് ഒരു വിശ്വാസ്യത നേടിയെടുക്കാൻ പറ്റും. അവരുടെ അഭിപ്രായം നമ്മൾ തേടിയിരിക്കണം. രണ്ടാമത്തെ മാർഗം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ആണ്. നമുക്ക് വാട്സപ്പ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ഇൻസ്റ്റഗ്രാം ഉണ്ട്, ടെലിഗ്രാം ഉണ്ട്, ഒരുപാട് മാധ്യമങ്ങളുണ്ട്. ഇവയൊക്കെ വഴി നമ്മളുടെ ഉൽപ്പന്നം നമ്മൾ പബ്ലിക്കിന് പരിചയപ്പെടുത്തി കൊടുക്കണം. കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിന് ഇത് എത്രത്തോളം നല്ലതാണെന്ന് വിശദീകരിക്കുന്ന ചെറിയ ചെറിയ പോസ്റ്റുകൾ ഇട്ട് നമുക്ക് അവരിലേക്ക് എത്തപ്പെടാവുന്നതാണ്. ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാവുന്ന കാര്യം തന്നെയാണ്. ഇനി അടുത്തത് നമ്മളുടെ ലോക്കൽ ഷോപ്പുകളാണ്. നിങ്ങളുടെ അടുത്തുള്ള ചെറിയ ചെറിയ ഷോപ്പുകൾ, സൂപ്പർ മാർക്കറ്റുകൾ, ബേക്കറികൾ, ഈ അമ്മയും കുഞ്ഞും ഒക്കെ ഉൽപ്പന്നങ്ങൾ കിട്ടുമല്ലോ. ഇപ്പൊ അങ്ങനെയൊക്കെ വലിയ വലിയ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഷോപ്പുകളുമുണ്ട്. ആ കടകൾ, അവിടെയൊക്കെ നമ്മൾ സംസാരിച്ച് ഈ പ്രോഡക്റ്റ് അവിടെ വയ്ക്കാൻ ശ്രമിക്കണം. അടുത്ത ഘട്ടമാണ് നമുക്ക് നമ്മളുടെ ബിസിനസ് വളർന്നു കഴിയുമ്പോഴാണ്. ഒരു പരുവമലയൊക്കെ വളർന്ന് കുഴപ്പമില്ല, നന്നായിട്ട് ഓടുന്നുണ്ട് എന്ന് കാണുമ്പോൾ നമുക്ക് ഓൺലൈനിൽ കൂടെ വിൽക്കാൻ പറ്റും. ഫ്ലിപ്കാർട്ടിൽ വിൽക്കാൻ പറ്റും, ആമസോണിൽ കൊടുക്കാൻ പറ്റും, മീഷോയിൽ കൊടുക്കാൻ പറ്റും, ഷോപ്സിൽ കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് സൈറ്റുകളുണ്ട്, അവിടെയൊക്കെ നമുക്കിത് വിൽക്കാൻ പറ്റും. ഇത്രയും പറഞ്ഞപ്പോൾ ഇനിയാണ് ഈ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ഭാഗം വരുന്നത്. എത്ര ലാഭം കിട്ടും? നമുക്കൊരു ചെറിയ കണക്ക് നോക്കാം. ആ കണക്കിലൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് 1 കിലോ പച്ച ഏത്തയ്ക്ക എത്ര രൂപയ്ക്ക് കിട്ടും? ഏകദേശം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ 60 രൂപയുടെ അടുത്ത്, 50-60 രൂപയ്ക്ക് അടുത്ത് കിട്ടും. പക്ഷെ നമ്മൾ കർഷകരിൽ നിന്ന് നേരിട്ടെടുക്കുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ അതിനുമൊക്കെ ഒത്തിരി താഴ്ത്തി നമുക്ക് ഈ സാധനം കിട്ടും. അങ്ങനെ 50-60 രൂപ എന്ന് തന്നെ കരുതുക. ഇത് ഉണക്കി പൊടിച്ചാൽ ഏകദേശം 1 കിലോ പൊടിച്ചാൽ 250 ഗ്രാം മുതൽ 300 ഗ്രാം വരെ പൊടിയാണ് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇത് വിൽക്കുന്നത് ഒരു 100 ഗ്രാം വീതമുള്ള പാക്കറ്റുകളായാണ് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ 1 കിലോയിൽ നമുക്ക് 2.5 പാക്കറ്റ് കിട്ടും. 250 ഗ്രാം ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്, 300 അവിടെ കിടക്കട്ടെ. ഇനി അടുത്തത് പാക്കിങ്, ലേബല്, ഇലക്ട്രിസിറ്റി ചാർജ്, ഇതൊക്കെ ഇതിനു വേണ്ടി വരും. ഒരു പാക്കറ്റിന് 15 രൂപ തൊട്ട് 20 രൂപ വരെ ചെലവ് വരും എന്ന് കരുതുക. എക്സ്ട്രീം ഇട്ടാണ് നമ്മൾ പറയുന്നത്. അതായത് 100 ഗ്രാം പൊടി ഉണ്ടാക്കാൻ ഏത്തക്കായുടെ വില ഏകദേശം 20 രൂപ എന്ന് കരുതുക. അതായത് നമുക്ക് പ്രൊപ്പോർഷനേറ്റ്ലി 100 ഗ്രാമിന് അത്രേ വരത്തുള്ളൂ. പിന്നെ വരുന്നത് പാക്കിംഗ് ചെലവാണ്, അതും ഒരു 20 രൂപ. അപ്പോൾ 40 രൂപയോളം ചെലവ് നമുക്ക് 100 ഗ്രാമിന് വരുന്നുണ്ട്. ഇത് വിപണിയിൽ കൊടുക്കുമ്പോൾ 100 ഗ്രാം ഹോം മെയ്ഡ് ബനാന പൗഡറിന് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ 90 രൂപ തൊട്ട് 120 രൂപ വരെ വിലയുണ്ട്. നിങ്ങൾക്ക് ഓൺലൈനിലോ എവിടെയെങ്കിലും കയറി നോക്കാവുന്നതാണ്. നല്ല ഹോം മെയ്ഡ് പൗഡറിന്റെ കാര്യമാണ് പറഞ്ഞത്. ലോക്കലി മിക്സ് ചെയ്ത് വരുന്നതിന് ചിലപ്പോൾ അതിലും താഴെ വില കാണും. നമ്മൾ ഈ പ്രോഡക്റ്റ് 100 രൂപയ്ക്ക്, 120 രൂപ വരെ വിലയുണ്ടെന്ന് പറഞ്ഞ് 100 രൂപയ്ക്കാണ് വിൽക്കുന്നത് എന്ന് കരുതുക. അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഒരു പാക്കറ്റിൽ നിന്നുള്ള ലാഭം 100 രൂപയ്ക്ക് വിൽക്കുന്നു, 40 രൂപ നമ്മുടെ മുടക്ക് മുതൽ 60 രൂപ ലാഭം കിട്ടും. സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഒരു ദിവസം 1-2 കിലോയുടെ പൊടിയൊക്കെ പോകത്തുള്ളൂ. പതിയെ പതിയെ നമുക്ക് 1 മാസം 2 മാസം കൊണ്ട് വേണമെങ്കിൽ നന്നായിട്ട് വർക്ക് ചെയ്താൽ ഒരു 10 കിലോ പൊടിയിലേക്ക് എത്താൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് 1 കിലോ വിറ്റാൽ ഏകദേശം ഈ ഒരു കണക്കനുസരിച്ച് 150 രൂപ ലാഭം ലഭിക്കും. അങ്ങനെ 10 കിലോ വിൽക്കുകയാണെങ്കിൽ നമുക്ക് പെർ ഡേ 1500 രൂപ ലാഭം ലഭിക്കുന്ന ഒരു പരിപാടി. ഓർഡറുകൾ കൂടുന്നതനുസരിച്ച് ലാഭം ഇരട്ടിയാകും, അത് ഞാൻ പറയേണ്ട കാര്യമില്ല. ഇതൊരു ഏകദേശ കണക്കാണ് പറഞ്ഞത്. നിങ്ങളുടെ നാട്ടിലെ വിലയും നിങ്ങളുടെ മാർക്കറ്റും അനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാകാം. കാരണം ഞാൻ പറഞ്ഞത് ആലപ്പുഴയിലെ കാര്യമാണ്. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട
ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കാരണം വീഡിയോ അല്പം ലെങ്തിയാണ് എങ്കിലും കൃത്യമായിട്ട് കേട്ടു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് സംശയങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി തീരുമാനിച്ചാൽ മാത്രം മതിയാകും ഇത് ചെയ്യണമോ വേണ്ടയോ എന്നുള്ള കാര്യം. ഈ ബിസിനസ്സിൽ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ശ്രദ്ധിക്കാതെ മുമ്പോട്ട് പോവുകയും ചെയ്യരുത്. ശുചിത്വം ഏറ്റവും കൂടുതൽ വേണ്ടതാണ്. കുഞ്ഞുങ്ങൾക്കുള്ള ഉൽപ്പന്നമാണിത്. അതുകൊണ്ട് തന്നെ ശുചിത്വത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല. പാത്രങ്ങൾ, കൈകൾ, ഉണക്കുന്ന സ്ഥലം എല്ലാം പക്ക വൃത്തിയായിരിക്കണം. ഇനി അടുത്തതാണ് ഗുണമേന്മ. എപ്പോഴും നല്ല നിലവാരമുള്ള ഏത്തക്കായ തന്നെ ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കണം. കാരണം വിലക്കുറവാണ് എന്ന് കരുതി കേടുവന്നത് അങ്ങനെയുള്ള ഒക്കെ നമുക്ക് മാർക്കറ്റിൽ കിട്ടും. അവർ പിടിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. പക്ഷെ അതെടുക്കാതെ ഏറ്റവും നല്ല പ്രൊഡക്റ്റ് തന്നെ നമ്മൾ എടുക്കുക. മൂന്നാമത്തെ കാര്യമാണ് ഇതിൻ്റെ ഈർപ്പം. പൊടിയിലൊട്ടും ഈർപ്പമില്ലെന്ന് ഉറപ്പ് വരുത്തി വേണം ഈ പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിൽ ഇറക്കാനായിട്ട്. അല്ലെങ്കിൽ ഇത് വേഗത്തിൽ പൂപ്പൽ വന്ന് ചീത്തയായി പോകും. ഇനി നിയമപരമായ കാര്യങ്ങൾ കുറച്ചൊക്കെ ഉണ്ട്. അതായത് നിങ്ങളുടെ ബിസിനസ് അല്പം വലുതാകുമ്പോൾ എടുക്കേണ്ട കുറെ രജിസ്ട്രേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ FSSAI അതായത് ഫുഡിൻ്റെ രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ ലൈസൻസ് സ്റ്റാർട്ടിങ്ങിലെ എടുത്ത് വെച്ച് വേണം ഇത് ചെയ്യാനായിട്ട്. പ്രത്യേകിച്ച് ഇത് കുട്ടികളുടെ ആഹാരമായതുകൊണ്ട് എല്ലാ പരിരക്ഷയും നമ്മളുടെ ഒപ്പം ഉണ്ടായിരിക്കണം. അത് നമ്മളുടെ ഉൽപ്പന്നത്തിൻ്റെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മൾ അയൽക്കാർക്ക് പോലും കൊടുത്തു കഴിഞ്ഞാൽ FSSAI നമ്പർ ഉള്ളതാണ് എന്നറിയുമ്പോൾ അവർക്കറിയാം, സർക്കാരിൽ രജിസ്റ്റർ ചെയ്തതാണ്, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ആദ്യം നമ്മളെ ഇവരൊന്നും വിശ്വസിച്ചൊന്നും വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പിന്നെ വേണ്ടത് നമ്മളുടെ ഉപഭോക്താക്കളുടെ അഭിപ്രായം. കാരണം ഉപഭോക്താക്കൾ എന്ന് പറഞ്ഞാൽ അത് കൊച്ചുകുട്ടികളാണ്, അവർക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല. പക്ഷേ അത് കൊടുക്കുന്ന അമ്മമാർക്ക് കൃത്യമായിട്ടുള്ള അഭിപ്രായം പറയാൻ പറ്റും. അവരിൽ നിന്ന് നിങ്ങൾ അഭിപ്രായം ചോദിച്ച് അറിഞ്ഞ് വയ്ക്കുക. പറ്റിയാൽ ചെറിയ ഷോർട്ട് വീഡിയോ അല്ലെങ്കിൽ വോയിസ് എങ്കിലും എടുത്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ നിങ്ങളുടെ പോസ്റ്റുകളിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളുടെ ഉൽപ്പന്നം മെച്ചപ്പെടുത്താൻ അത് സഹായിക്കും. നമുക്ക് സ്വയം മെച്ചപ്പെടാനും മാർക്കറ്റിൽ നിങ്ങളുടെ ഉൽപ്പന്നത്തെക്കുറിച്ചുള്ള ഒരു നല്ല അഭിപ്രായം ഉണ്ടാക്കിയെടുക്കാനും അതുകൊണ്ട് പറ്റും. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് തുടങ്ങാൻ പറ്റുന്ന ചെറിയൊരു സംരംഭമാണ് ഇത്. വേണ്ടത് നമുക്ക് കുറച്ച് ക്ഷമ വേണം, കഠിനാധ്വാനം വേണം. ചെറുതായിട്ട് തുടങ്ങി ഗുണമേന്മയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നന്നായിട്ട് നല്ല രീതിയിൽ വിൽക്കാൻ പറ്റും. വിജയം നിങ്ങളെ തേടിയെത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ പ്രയോജനപ്പെട്ടു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. നിങ്ങളുടെ സംരംഭക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ അതിനുള്ള മറുപടികൾ കൃത്യമായിട്ട് ലഭിച്ചിരിക്കും. പുതിയ വീഡിയോകൾക്കായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.